പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇന്ന് വിഷുവാണ്. ഇന്ന് മലയാളികളെല്ലാം ഒരു വിഭാഗം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഒരു കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ദിവസമാണ്. ഒരു പുതിയ തുടക്കം. കണി കണ്ടുകൊണ്ട് പല വിഭവങ്ങളും, ധാന്യങ്ങളും, പൂക്കളും, പഴങ്ങളും, പണവും പൈസയൊക്കെ വെച്ചുകൊണ്ടാണ് കണി കാണുന്നത്. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമൃദ്ധമായൊരു കണി. കാരണം ഞാനിത് പറയുന്നത് ഈ ദിവസമായിരുന്നു, ഈ വിഷുപ്പുലരിയിലാണ് ഞാൻ ജനിച്ചത്. 67 വർഷം മുമ്പേ. ഇതെൻ്റെ 67ാം ജന്മദിനമാണ്. ആ ദിവസം ജനിച്ചുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. ധാരാളം ക്രൈസിസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ജീവിതം അങ്ങനെയാണ്, വെല്ലുവിളിയായിരുന്നു. ഇത് പറയുമ്പോഴേ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു പറയുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അങ്ങനെ വളരെയധികം ക്ലേശങ്ങളും വളരെയധികം പ്രവൃത്തിയിലൂടെയും ഞാൻ കടന്നു വന്നു. വിവാഹിതനായി, 2 കുട്ടികളുണ്ടായി. ഇതൊക്കെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ കഴിയും പോലെ ഞാൻ അവരെ സംരക്ഷിച്ചു. കഴിയും പോലെ, അത്രയല്ലേ പറയാൻ പറ്റും. അവരും മോശമില്ലാത്ത രീതിയിൽ അവരുടേതായ വഴി കണ്ടെത്തുന്നുണ്ട്. അതാണൊരു സന്തോഷം. അപ്പോൾ ഈ വിഷുപ്പുലരിയിൽ എൻ്റെ ജന്മദിനവും കൂടിയാണ്. അതുകൊണ്ട് 67 വർഷം കടന്നു പോയിരിക്കുന്നു. എൻ്റെ കൂടെയുള്ളവരെല്ലാം കുറേ പേർ കടന്നുപോയി. ശരീരം ഉപേക്ഷിച്ചവർ പോയി. മൃത്യുവിന് കീഴടങ്ങേണ്ടി വന്നവർ പല കാരണത്താൽ, രോഗങ്ങളായിട്ടും പല ആക്സിഡൻ്റായിട്ടൊക്കെ കുറേ പേരും പോയി. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അവരെക്കുറിച്ചൊക്കെ. എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ കണ്ടവർ ധാരാളം പേര് ഈ ലോകത്ത് നിന്ന് കടന്നു പോയിരിക്കുകയാണ്. അവരാത്മാവുണ്ടായിരിക്കാം, ശരീരം വിട്ടു. അപ്പോൾ ഈ എൻ്റെ ജന്മദിന ആശംസകൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ദിവസം ധാരാളം പേര് ജനിച്ചിട്ടുണ്ടാകും ആ സമയത്ത്. അതുകൊണ്ട് അവർക്കെല്ലാം മെച്ചപ്പെട്ട ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ധാരാളം പേർ ക്ലേശം അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ എങ്കിലും ഇന്ന് ഞാൻ സംതൃപ്തനാണ് ഉള്ളത് കൊണ്ട്. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു ബോധത്തോടു കൂടി. വലിയ മഹാരോഗങ്ങളൊന്നും ദൈവികമായിട്ട് ഇപ്പോഴില്ല. ഇനി ഭാവിയിൽ വരുമോയെന്നറിയില്ല, നമുക്കറിയില്ലല്ലോ. ജീവിതം അങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ട് ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ പ്രചോദിപ്പിക്കുന്ന, എന്നെ സഹാനുഭൂതി കൊണ്ടും നല്ല വാക്കുകൊണ്ടും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അവരൊക്കെയാണ് എന്നെ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ഇത് നിന്നുപോയേനെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്, വാർദ്ധക്യം നമുക്കറിയാം, അതൊരു മൈൻഡ് സെറ്റാണ്. ഞാൻ മുമ്പേ ഡോക്ടർ ദീപക് ചോപ്രയുടെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്. ഈ വയസ്സെന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റാണ്. നമുക്ക് തോന്നും 67 ഞാൻ വയസ്സനായി, വൃദ്ധനായി, ഇനി ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല, കുറേ രോഗങ്ങളൊക്കെ വരണം. അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ. ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് തിരുത്താം. നമ്മുടെ മൈൻഡിനെ എപ്പോഴും യുവത്വഭാവം, എപ്പോഴും നമ്മൾ ആക്റ്റീവായി നമ്മൾ കഴിയുന്ന കർമ്മങ്ങൾ എന്താണോ, നമ്മൾ ഏത് കർമ്മം ചെയ്യാനാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടത് അത് ഭംഗിയായി ചെയ്യാം. അപ്പോഴത്തന്നെ നമുക്കൊരു എന്തെന്നില്ലാത്തൊരു കൃതാർത്ഥതയുണ്ടാവും. ഒരു ദിവസത്തോടുള്ള അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട, നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട കർമ്മങ്ങൾ നമുക്ക് കഴിയും പോലെ ചെയ്തു തീർക്കുന്നു, നന്ദി പറയുന്നു. അങ്ങനൊരു വൃത്തിയായിരുന്നു എൻ്റേത്. കുറേ കാലം അങ്ങനെ അജ്ഞാതമായി പോയി. ബെല്ലും ബ്രേക്കും ഇല്ലാതെ സൈക്കിൾ പോകും പോലെ ഡിസോർഡറായി പോയൊരുവനാണ്. പിന്നെ ഏതെല്ലോ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി ജീവിതത്തിൽ. നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവുമല്ലോ. അതിലാണ് ഞാൻ മഹാനായ ഓഷോയിലും, അങ്ങനെ അതിന് മുമ്പേ ചില ഗുരുക്കന്മാരുണ്ട് എനിക്ക്. ആ ഓഷോൻ്റെ മെഡിറ്റേഷനൊക്കെ ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണ്. കാരണം ഞാൻ മാത്രം ഇതൊക്കെ മനസ്സിലാക്കി, ഞാൻ മാത്രം ഇവിടുന്ന് നൃത്തം ചെയ്തിരിക്കുന്നതിന് അർത്ഥമില്ല. തന്നാൽ കരയേറേണ്ടുന്നവർ എത്രയോ പേരങ്ങ് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ മോക്ഷപദം കുതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. ഈ ശ്ലോകമാണ് എന്നെ ഈ ഷെയറിങ്ങിലേക്ക്
നൽകുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കിയത്. അപ്പോൾ കൊച്ചു കൊച്ചു അറിവുകൾ എന്നിലേക്ക് വരുമ്പോൾ ഞാനത് ഇതുവഴി നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അത് വലിയ അറിവൊന്നുമല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതൊരു പ്രചോദനമായി പ്രായോഗികമായി ഭവിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ ഈ എളിയ ശ്രമത്തിനുള്ള എൻ്റെ ഒരു പ്രചോദനം. കാരണം കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് ചിന്തിച്ചതും അങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയതും. എന്നുകൊണ്ട് ജീവിതം മൊത്തത്തിൽ മാറാനൊന്നും പോകുന്നില്ല. ക്ലേശങ്ങളുണ്ടാവാം, വെല്ലുവിളികളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം, പലതും ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആർജവം, അതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ടൊക്കെയുള്ള നേട്ടം. അല്ലാണ്ട് പരമാനന്ദം എപ്പോഴും ഒരേപോലെ ആനന്ദിച്ചിരിക്കാനൊന്നും പറ്റില്ല. നമ്മളെ സുഖമുണ്ടെങ്കിൽ ദുഃഖം അതിൻ്റെ പിറകിലുണ്ടാവും. ഒരു നിഴൽ പോലെ നമ്മൾ ഏത് ആനന്ദം അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ദുഃഖത്തിൻ്റെ ഒരു നിഴലാട്ടമുണ്ടാവും. അടുത്ത സെഷൻ വേദനയായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് രണ്ടിനെ ഒരുപോലെ നമ്മൾ കാണണം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ, രാത്രിയും പകലും പോലെ, ജനനവും മരണവും പോലെ, യൗവനവും വാർദ്ധക്യവും പോലെ, ജയവും പരാജയവും പോലെ, രണ്ടും ഒരുമിച്ച് യാത്രയാണ്. എപ്പോഴൊരു മനുഷ്യന് വിജയിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്രയോ പേർ വിജയിച്ചവർ പരാജയപ്പെടുന്നുണ്ട്, പരാജയപ്പെട്ടവർ വീണ്ടും വിജയിക്കുന്നുണ്ട്. ഇതാണ് ഈ യാത്ര, ജീവിതയാത്ര. അങ്ങനെ നമ്മൾ ഈ പ്രഭാതത്തിനെ പുതിയ തീരുമാനങ്ങളുമായി പുതിയ വെല്ലുവിളികളെ നേരിടുവാനുള്ള ഒരാർജവം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അല്ലേ നമ്മൾ വാർദ്ധക്യത്തിൻ്റെ ഈ മനോരോഗം ഉണ്ടല്ലോ. ഞാനിപ്പോൾ 67-ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ വൃദ്ധനായി അറിയാലോ, ഒരു ഊന്നുമടിയൊക്കെ കുത്തി നടക്കേണ്ട സമയമായിരിക്കാം. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെതായ എളിയ ഒരു ചിട്ടവട്ടത്തോടു കൂടി പ്രഭാതത്തിൽ ചെറിയൊരു ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ ഞാനും എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്. അപ്പോൾ ബോഡി മൈൻഡ് ഒരു ട്യൂണായിത്തീരും. അപ്പോൾ നമുക്ക് എന്ത് കാര്യവും ചെയ്യുവാനുള്ളൊരു താല്പര്യമുണ്ടാകും. വെല്ലുവിളികളെ നേരിടുവാനും സ്വാഗതം ചെയ്യുവാനും ഒരു പ്രത്യേക കഴിവ്, അതാണ് ഇതിൻ്റെ ഒരു നേട്ടം ഞാൻ കണ്ടത്. അല്ലാണ്ട് വലിയ അമാനുഷികനാവലോ അജ്ഞാതത്തിൽ നിന്നും പണം നമ്മളെ മുമ്പിലേക്ക് വരും അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഈ നാച്ചുറൽ നിയതി, ദൈവീകത നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട്. ഈ രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ മനോഭാവം മാറുമ്പോൾ ജീവിതം മാറുന്നു. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ അല്പസത്യം ഉണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, ആത്മാർത്ഥതയുണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ മഹാശക്തി, എല്ലാവരെയും നയിക്കുന്ന ആ പരമ്പൊരുൾ നമ്മയും അനുഗ്രഹിക്കാതിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.